ഹാർലൻഡ് സാൻഡേഴ്സ്. അവൻ പിറന്നത് 1890-ൽ അമേരിക്കയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ. അവനു 5 വയസ്സുള്ളപ്പോൾ പിതാവ് മരിച്ചു. അമ്മ ജോലി ചെയ്യാൻ പോയതോടെ അവനാണ് സ്വന്തം സഹോദരങ്ങൾക്കു ഭക്ഷണം തയ്യാറാക്കിയിരുന്നത്. അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ പാചകം ചെയ്യാൻ പഠിച്ചു. 7ാം ക്ലാസ്സിൽ സ്കൂൾ പഠിത്തം അവസാനിച്ചു. പിന്നെ കുടുംബം പുലർത്താൻ വേണ്ടി പല ജോലികൾ. കച്ചവടക്കാരൻ, ട്രെയിൻ കണ്ടക്ടർ, ഫാർമിൽ തൊഴിലാളി വരെ. സാൻഡേഴ്സ് ചെറിയൊരു കാപ്പി ഷോപ്പ് തുടങ്ങി. അതിനൊപ്പം തന്റെ സുപ്രസിദ്ധമായ ചിക്കൻ റെസിപ്പി വിൽക്കാൻ തുടങ്ങി. അതിൽ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. 11 തരം രഹസ്യമായ മസാലകൾ ചേർത്ത ഡീപ്പ് ഫ്രൈഡ് ചിക്കൻ. പുതിയ ഗംഭീര രുചി. ആളുകൾ വരാൻ തുടങ്ങി. പക്ഷേ ഹൈവേ റൂട്ട് മാറ്റി. അവന്റെ ഹോട്ടലിലേക്കുള്ള കസ്റ്റമേഴ്സിന്റെ വരവ് കുറഞ്ഞു. ആകെയുള്ള വരുമാനം നിന്നുപോയി. കോഫി ഷോപ്പ് പൂട്ടേണ്ടതായി വന്നു. ആ സമയത്ത് തുച്ഛമായ പെൻഷൻ പണം മാത്രം ഉപയോഗിച്ചാണ് ജീവിച്ചത്. 65 വയസ്സുള്ള ഒരാൾ ചിക്കൻ റെസിപ്പിയുമായി കാറിൽ രാജ്യത്തെ റെസ്റ്റോറന്റുകളെ തേടുകയായിരുന്നു. ഞാൻ നിങ്ങളെ എന്റെ റെസിപ്പി ഉപയോഗിക്കാൻ അനുവദിക്കാം. നിങ്ങൾ ഓരോ ചിക്കനും വിൽക്കുമ്പോൾ ഒരു ചെറിയ കമ്മീഷൻ എനിക്ക് തന്നാൽ മതിയെന്നു അവൻ പറയുമായിരുന്നു. പക്ഷേ ആരും അവന്റെ റെസിപ്പി വാങ്ങാൻ തയ്യാറായില്ല. 1 അല്ല, 10 അല്ല, 100 അല്ല. 1009 റെസ്റ്റോറന്റുകൾ അവന്റെ അടിയെ തള്ളിയപ്പോഴും അവൻ മുന്നോട്ട് പോയി. 1019 കണ്ട ഹോട്ടലുകാരൻ പറഞ്ഞു, ശരി, ഞാൻ ഇത് പരീക്ഷിക്കാം. അങ്ങനെ എല്ലാവർക്കും അവന്റെ റെസിപ്പി ഇഷ്ടമായി. അവന്റെ ബ്രാൻഡ് ലോകം മുഴുവൻ അറിയാൻ തുടങ്ങി. അവൻ ഓരോ ഔട്ട്ലെറ്റുകളും 600-ലേറെ ഫ്രാഞ്ചൈസുകളും സജ്ജമാക്കി. അവൻ 75 വയസ്സുള്ളപ്പോൾ തന്നെ കമ്പനി $2 മില്യൺ വിൽപ്പന ചെയ്തു. പക്ഷേ അവൻ ബ്രാൻഡിന്റെ മുഖമായി തുടരുകയും ചെയ്തു. ഇന്നവന്റെ ചിത്രം വെള്ളമുടിയും വെള്ളക്കുപ്പായവും കയ്യിൽ കസ്റ്റം സ്റ്റിക്കും പിടിച്ചുള്ള KFCയുടെ മുഖമാണ്. ഇതാണ് നമുക്ക് ഏറെ പരിചിതമായ KFC എന്ന ലോകോത്തര ബ്രാൻഡിന്റെ ചരിത്രം. ഇന്ന് ലോകമെമ്പാടും 145-ലേറെ രാജ്യങ്ങളിൽ KFC ഉണ്ട്. 20,000-ലേറെ ശാഖകൾ. പക്ഷേ അതിന്റെ പിന്നിൽ ഒരു വ്യക്തിയുടെ പ്രതീക്ഷയും ആത്മവിശ്വാസവും മാത്രം. സാൻഡേഴ്സ് നമ്മോട് ഒരേ ഒരു കാര്യമാണ് പറയുന്നത്. ജീവിതം ഒട്ടുമിക്കപ്പോഴും പരാജയം നൽകും. പക്ഷേ അത് അവസാനമല്ല. വേണ്ടത് ഒറ്റൊരു തീരുമാനം മാത്രം. കീഴടങ്ങില്ല ഒരിക്കലും. എന്ത് പ്രശ്നം വന്നാലും ആത്മവിശ്വാസത്തോടെ നേരിടണമെന്ന്.